എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പി നോക്കാം. ഇതിനു വേണ്ടി 10 കശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. എരിവ് കുറച്ച് മതി എന്നുള്ളവർക്ക് ഇതുപോലെ കശ്മീരി മുളക് എടുക്കാം. അതല്ല കുറച്ചുകൂടി എരിവ് വേണം എന്നുള്ളവർക്ക് 5 കശ്മീരി മുളകും 5 എരിവുള്ള ഉണക്കിയ മുളകും എടുക്കാവുന്നതാണ്. 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഒന്ന് രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കാം. ഒരുപാട് വലുതൊന്നും വേണ്ട, വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി എടുത്ത് വയ്ക്കാം. ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ചെറിയുള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. ഇനി എടുത്തു വെച്ചിട്ടുള്ള പുളിയും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് വെക്കുമ്പോഴേക്കും ഇത് തയ്യാറായി കിട്ടും. ഇനി ഇത് തീ ഓഫ് ചെയ്ത് നന്നായി ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഇത് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ചെറിയ തേങ്ങ കൂടി ചേർക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് ചെറിയ തേങ്ങ ചേർക്കുന്നുണ്ട്. അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി ചേർക്കാം. ഇനി ഇത് നന്നായി അരച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല സിമ്പിൾ റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക്